ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലത്തെ ഫിസിക്സിലത്തെ 5ാമത്തെ പാഠമായിട്ടുള്ള ബോയന്റ് ഫോഴ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ബോയന്റ് ഫോഴ്സ്? അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിച്ചാലോ? ആദ്യം തന്നെ ഒരു വലിയ പസിൽ ഒന്ന് സോൾവ് ചെയ്യാം. എന്റെ ചോദ്യം ഇതാണ്, അല്ലെ? ഒരു ചെറിയ ഇരുമ്പിന്റെ ആണി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് മുങ്ങും. പക്ഷെ ഒരു വലിയ ഒരു ബോട്ട് അല്ലെങ്കിൽ വലിയൊരു ഷിപ്പ് കടലില് ഒഴുകുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒന്ന് സംഭവിക്കുന്നത്? ഒരു ചെറിയ ആണി വെള്ളത്തിലിട്ടാൽ മുങ്ങുന്നു, പക്ഷെ ഒരു വലിയ കപ്പല് പോലും എന്ത് ചെയ്യുന്നില്ല, അത് ഒഴുകി നടക്കുന്നു വെള്ളത്തില്. അപ്പോ എന്തുകൊണ്ടായിരിക്കും ഇത്ര വലിയ ഷിപ്പ് ഫ്ലോട്ട് ചെയ്യുന്നതും? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പൊ നമുക്ക് ആ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാനായിട്ട് നമുക്കൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു എംപ്റ്റി ആയിട്ടുള്ള ഒരു ബോട്ടിൽ എടുക്കുന്നു. ആ ബോട്ടില് നല്ല ടൈറ്റ് ആയിട്ട് സീൽ ചെയ്യുന്നു. എന്നിട്ട് അത് വെള്ളത്തിൽ ഇടുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ആ കുപ്പി ഫ്ലോട്ട് ചെയ്ത് നടക്കും, അല്ലെ? ഇനി നമ്മൾ ആ കുപ്പീനെ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്? അതിനെ താഴോട്ട് മുക്കാൻ നോക്കുകയാണ്. അപ്പൊ നമുക്ക് എന്താ കയ്യുമ്മ തോന്നുക? നമുക്ക് ആ കുപ്പീനെ ആരോ മുകളിലോട്ട് തള്ളുന്നത് പോലെ നമുക്കൊന്ന് ഫീൽ ചെയ്യും. അപ്പൊ വെള്ളം തിരിച്ച് തള്ളുന്നുണ്ട്. ഇനി നമ്മളിങ്ങനെ കൈകൊണ്ട് ആ കുപ്പീനെ താഴോട്ട് മുക്കി. ഇനി എന്ത് ചെയ്യുന്നു? കൈ വിടുന്നു. കൈ വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പെട്ടെന്ന് ആ കുപ്പി വെള്ളത്തിന്റെ താഴെ ഉണ്ടായിരുന്ന കുപ്പി പെട്ടെന്ന് പൊന്തി വരും, അല്ലെ? അപ്പൊ എന്തായിരിക്കും? ചോദ്യം ഇതാണ്, എന്ത് കാണാത്ത ഒരു ഫോഴ്സ് ആണ് ആ ബോട്ടിലിനെ മുകളിലോട്ട് എത്തിച്ചത്? ഏത് ഇൻവിസിബിൾ ആയിട്ടുള്ള ഫോഴ്സ് ആണ് ആ ബോട്ടിലിന്റെ മേലുണ്ടായിരുന്നത്? അതാണ് എന്റെ ചോദ്യം. എന്തായിരിക്കും? വേറൊരു ക്ലൂ നമുക്ക് നോക്കാം. നമ്മുടെ കിണറ്റില് ബക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വെള്ളം കോരി എടുക്കുന്നത് കനം കൂടുതലായിരിക്കും. പക്ഷെ വെള്ളത്തിന്റെ ഉള്ളിലാണ് ബക്കറ്റ് എങ്കിൽ എന്താണ്? ബക്കറ്റ് പൊന്തിക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. വെള്ളത്തിന്റെ ഉള്ളിലുള്ളപ്പോൾ ബക്കറ്റ് പൊന്തിക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ വെള്ളത്തിന്റെ മുകളിലോട്ട് പുറത്തേക്ക് അപ്പോൾ തന്നെ വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം ഭാരമാകും. അതെന്തുകൊണ്ടായിരിക്കും? അപ്പോ ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. ദ ബക്കറ്റ് ഫീൽസ് ഡാഷ് ഇൻസൈഡ് ദ വാട്ടർ. വാട്ടറിന്റെ ഉള്ളിൽ എന്ത് നമുക്ക് തോന്നുക? ലൈറ്റർ ആയിട്ട്. അവിടെ ബ്ലാങ്കിൽ വരും, ലൈറ്റർ എന്ന് വരും. ഇനി ബിക്കോസ് ദ വാട്ടർ ഈസ് ഗിവിംഗ് ഇറ്റ്, എന്തുകൊണ്ടായിരിക്കും അത് ലൈറ്റ് ആയിട്ട് തോന്നുന്നത്? ആ ബക്കറ്റ് എന്തുകൊണ്ടായിരിക്കും ലൈറ്റ് ആയിട്ട് തോന്നുന്നത്? വാട്ടർ മുകളിലേക്ക് ആ ബക്കറ്റിന് ഒരു തള്ളു കൊടുക്കുന്നുണ്ട്, ഒരു പുഷ് ചെയ്യുന്നത് കൊണ്ടാണ്. ഒരു ഫോഴ്സ്, എന്തൊരു ഫോഴ്സ് വെള്ളം മുകളിലോട്ട് കൊടുക്കുന്നതാണ്. ഗിവിംഗ് ഇറ്റ് ആൻ അപ്വേർഡ് പുഷ്. മനസ്സിലായെന്ന് വിചാരിക്കാം. ഇതാ സ്വാഗതം ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്ര നേരം കണ്ട മുകളിലേക്ക് തള്ളുന്ന ആൾ ആരാണ്? ഈ ബോയന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞ സംഭവമാണ്. അപ്പൊ എന്താണ് ബോയന്റ് ഫോഴ്സ്? When an object is fully or partially immersed in a fluid. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ ആകാം, അല്ലെങ്കിൽ എയർ ആകാം. The fluid exerts an upward force on the object. ഏതൊരു വസ്തുവും മുഴുവനായോ പകുതിയോ ഒരു ഫ്ലൂയിഡിന്റെ ഉള്ളിൽ മുക്കി കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡ് അതിന്റെ മേല്, ആ ഒബ്ജക്റ്റിന്റെ മേല് മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി വേറൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ മനസ്സിലായല്ലോ എന്താ ബോയന്റ് ഫോഴ്സ് എന്ന്? ഏതൊരു ഒബ്ജക്റ്റ് ഫുള്ളിയോ പാർഷ്യലിയോ ഒരു ഫ്ലൂയിഡിന്റെ ഉള്ളിൽ ഇമേഴ്സ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് എന്ത് സംഭവിക്കും? ആ ഫ്ലൂയിഡ് ആ ഒബ്ജക്റ്റിന്റെ മേല് ഒരു ഫോഴ്സ് മുകളിലോട്ട് കൊടുക്കും. അതിനെയാണ് ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് ബോയന്റ് ഫോഴ്സിന്റെ ഡെഫിനിഷൻ. ഇനി ഞാൻ ചോദിക്കട്ടെ,
വെള്ളത്തിൽ മാത്രമാണോ മുകളിലേക്ക് ഇതേപോലെ ഒരു ഫോഴ്സ് കാണപ്പെടുന്നത്, അതോ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കാവുന്ന ഒരു ചോദ്യമാണ്. വെള്ളത്തിൽ മാത്രമാണുള്ളത് അതോ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ വെള്ളത്തിൽ മാത്രമല്ല ഉള്ളത്, എയറിലും ഇത് വർക്കാവും. നമ്മൾ ഹീലിയം ബലൂൺ എല്ലാം കണ്ടിട്ടുണ്ടല്ലോ. ആ ഹീലിയം ബലൂൺ എല്ലാം എന്താ ചെയ്യുന്നത്? പറന്നു പോകുകയല്ലേ ചെയ്യുന്നത്. അപ്പോ അവിടെ ഹീലിയം എന്നുള്ള എയർ എന്ത് ചെയ്യാണ്? ആ ബലൂണിന് മുകളിലോട്ട് ഉന്തുകയാണ് അല്ലെ? മുകളിലോട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഫോഴ്സിന്റെ പേര് ബോയിന്റ് ഫോഴ്സ്. ഹീലിയം ബലൂൺ rises because the air, a fluid, pushes upon it with a buoyant force greater than the balloon's weight. ബലൂണിന്റെ വെയിറ്റിനേക്കാൾ മേലെ ഒരു ബോയിന്റ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആര്? ഈ എയർ. ഇവിടുത്തെ എയർ എന്ന് പറയുന്നത് ഹീലിയം. അപ്പോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ ഹീലിയം ബലൂൺ പറന്നുയരുന്നു അല്ലെ? അപ്പോ വെള്ളത്തിൽ മാത്രമല്ല ബോയിന്റ് ഫോഴ്സ് ഉള്ളത്, എവിടെയുമുണ്ട്. എയറിലും ഒരു ബോയിന്റ് ഫോഴ്സ് ഉണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇനി റിയൽ വേൾഡ് കണക്ഷൻ ആയിട്ട് നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. വേറെ ഏതെങ്കിലും തരത്തിലൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എങ്ങനെയായിരിക്കും ബോയിന്റ് ഫോഴ്സ് സ്വിം ചെയ്യുന്ന നേരത്ത് നമ്മളെ സഹായിക്കുന്നുണ്ടാവുക? നമ്മുടെ ചോദ്യം എന്താണ്? എങ്ങനെയാണ് ബോയിന്റ് ഫോഴ്സ് സ്വിം ചെയ്യുന്ന നേരത്ത് നമ്മളെ സഹായിക്കുന്നത്? അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. നമ്മൾ സ്വിമ്മിങ് ചെയ്യുന്ന നേരത്ത് വാട്ടറിന്റെ മേല് എന്ത് സംഭവിക്കും? ഒരു ബോയിന്റ് ഫോഴ്സ് നമ്മുടെ ശരീരത്തിലെ മുകളിലോട്ട്, വെള്ളം ഒരു ബോയിന്റ് ഫോഴ്സ് നമ്മുടെ ശരീരത്തിൽ നൽകും. ഓക്കെ. അപ്പോ ഇങ്ങനെ മുകളിലോട്ട് തള്ളുന്നത് കാരണം, ഇങ്ങനെ മുകളിലോട്ട് പുഷ് ചെയ്യുന്നത് കാരണം എന്ത് ചെയ്യുന്നു? നമ്മുടെ വെയിറ്റ് വെള്ളത്തിന്റെ താഴോട്ട് പോകുന്നു. നമ്മുടെ വെയിറ്റ് താഴോട്ട് പോകുന്നത് കൊണ്ട് തന്നെ അത്ര വെയിറ്റ് തന്നെ ബോയിന്റ് ഫോഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു? വെള്ളം തിരിച്ച് മുകളിലോട്ട് ഉന്തുന്നു അല്ലെ? അപ്പൊ അങ്ങനെ കൗണ്ടർ ആക്ട് ചെയ്യാണ് നമ്മുടെ വെയിറ്റിന് ഇതായിട്ട്. അതുകൊണ്ടാണ് നമുക്ക് വെള്ളത്തിൽ നീന്തുമ്പോഴെല്ലാം നമുക്ക് വളരെ ലൈറ്റ് ആയിട്ട് തോന്നും. അപ്പോ വെള്ളത്തിന്റെ ഉപരിതലത്തിൽ നമുക്കപ്പോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് വളരെ ചെറിയ ഒരു എഫേർട്ട് ഇട്ട് മാത്രം നിൽക്കാൻ പറ്റുന്നത് ഇതുകൊണ്ടാണ്. ഇങ്ങനെ വെള്ളത്തിന്മേൽ ഒരു ബോയിന്റ് ഫോഴ്സ് നമ്മുടെ ശരീരത്തിൽ വരുന്നത് കൊണ്ടാണ് നമുക്ക് വെള്ളത്തിൽ ലൈറ്റർ ആയിട്ട് തോന്നുന്നതും, പിന്നെ വെള്ളത്തിന്റെ സർഫേസിലൊക്കെ വളരെ ചെറിയ എഫേർട്ട് ഇട്ടിട്ട്, വളരെ ചെറിയൊരു എഫേർട്ട് മാത്രം മതി. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിന്റെ മുകളിൽ നിൽക്കാനും സാധിക്കുന്നത് ഒരു ബോയിന്റ് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്. അങ്ങനെയാണ് നമ്മുടെ സ്വിമ്മിങ്ങിനെ ബോയിന്റ് ഫോഴ്സ് സഹായിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിന് താഴോട്ട് പോവില്ലേ? പക്ഷെ എന്ത് സംഭവിക്കുന്നില്ല? അങ്ങനെ സംഭവിക്കുന്നില്ല. കാരണം എന്താ? ഒരു ബോയിന്റ് ഫോഴ്സ് നമ്മൾ മുകളിലോട്ട് ഉന്തുന്നുണ്ട്. ഓക്കെ. അപ്പൊ എത്ര ശക്തിയിലാണ് മുകളിലോട്ട് തള്ളുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മള് ഒരു കല്ലിന്റെ വെയിറ്റ് എയറിൽ എത്രയാണെന്ന് നോക്കുകയാണ്. എയറിലെ കല്ലിന്റെ വെയിറ്റ് കൊടുത്തിരിക്കുന്നത് 10 ന്യൂട്ടൺ ആണ്. അത് വെള്ളത്തിലിട്ടപ്പോ എന്ത് സംഭവിച്ചു? അതിന്റെ വെയിറ്റ് കുറഞ്ഞു. എത്രയായി? 7 ന്യൂട്ടൺ ആണ് ആയത്. ഇനി നമുക്ക് ആ കല്ലിന് എത്ര വെയിറ്റ് ആണ് കുറഞ്ഞതെന്ന് നോക്കിയാലോ. 10 ന്യൂട്ടൺ ആണ് എയറിൽ ഉണ്ടായിരുന്നത്, വാട്ടറിൽ ഉണ്ടായിരുന്നത് 7 ന്യൂട്ടൺ. 10 ന്യൂട്ടൺ മൈനസ് 7 ന്യൂട്ടൺ ആണെന്ത്? വെയിറ്റ് ലോസ് ആയത്. 10 ന്യൂട്ടൺ മൈനസ് 7 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ന്യൂട്ടൺ ആണ് ആ കല്ലിന്റെ വെയിറ്റ് ലോസ് ആയത്. അപ്പോൾ എങ്ങനെയാണ് ബോയിന്റ് ഫോഴ്സ് കണ്ടുപിടിക്കുക? ഇത്രയേ ഉള്ളൂ. ബോയിന്റ് ഫോഴ്സ് ഈക്വൽ ടു വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ. ഈ ലോസ് ചെയ്ത വെയിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബോയിന്റ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ആ കല്ലിന് നഷ്ടപ്പെട്ട വെയിറ്റിനെയാണ് നമ്മൾ ബോയിന്റ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ബോയിന്റ് ഫോഴ്സ് ഈക്വൽ ടു വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ. എത്രയായിരുന്നു ആ കല്ലിന്റെ മേലുണ്ടായിരുന്ന ബോയിന്റ് ഫോഴ്സ്?
3 ന്യൂട്ടൺ ആയിരുന്നു. 3 ന്യൂട്ടൺ പോയിന്റ് ഫോഴ്സ് ആയിരുന്നു ആ വെള്ളം ആ കല്ലിന്റെ മേല് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി എന്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ കല്ലിനെ വെള്ളത്തിലാണ് ഇട്ടത്, പ്ലെയിൻ വാട്ടറിലാണ് ഇട്ടത്. അവിടെ 3 ന്യൂട്ടൺ ആണ് പോയിന്റ് ഫോഴ്സ് ഉണ്ടായിരുന്നത്. എന്റെ ചോദ്യം, ഏത് ലിക്വിഡ് ആയാലും ഇതേ ഫോഴ്സ് തന്നെയാണ് പോയിന്റ് ഫോഴ്സ് ഉണ്ടാവുക? അതിപ്പോ പ്ലെയിൻ വാട്ടർ ആയാലും സാൾട്ടി വാട്ടർ ആണെങ്കിലും ഗ്ലിസറിനിലായാലും എല്ലാം പോയിന്റ് ഫോഴ്സ് ഒന്നായിരിക്കും. അതാണ് എന്റെ ചോദ്യം. ഒരു പ്രഡിക്ഷൻ നിങ്ങൾക്ക് നടത്താവോ? ഏത് ലിക്വിഡിലായിരിക്കും ബിഗ്ഗസ്റ്റ് അപ്വേർഡ് പുഷ്, അതായത് ഏറ്റവും കൂടുതൽ പോയിന്റ് ഫോഴ്സ് ഉണ്ടാവുന്നത് ഏത് ലിക്വിഡിലായിരിക്കും? ഈ 3 പ്ലെയിൻ വാട്ടറിലാണോ, സാൾട്ടി വാട്ടറിലാണോ, അതോ ഗ്ലിസറിനിലാണോ? കാരണം എന്താണെന്നും കൂടി ആലോചിക്കും. അതോ ഒരേ പോയിന്റ് ഫോഴ്സ് തന്നെയായിരിക്കും ഈ 3 ഉണ്ടാവുക? ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു കുപ്പിയുണ്ട് അല്ലെ? ഈ കുപ്പീനെ ഞാൻ താഴോട്ട് കൊണ്ടുപോയിട്ട് എന്ത് വിട്ടു നിൽക്കാം. അപ്പൊ തന്നെ എന്ത് ചെയ്യും? ആ കുപ്പി പൊങ്ങി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ കുപ്പീന്റെ ഇവിടെയുള്ള വെയിറ്റ് എത്രയായിരുന്നു? 40 ന്യൂട്ടൺ ആണ്. 40.2 ന്യൂട്ടൺ. ഇവിടെ ഇട്ടപ്പോ എത്രയും? അത് 1.7 ന്യൂട്ടൺ. ആ ഒരു വ്യത്യാസം മനസ്സിലായി. കുപ്പിയിൽ ഇടുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്കല്ല, ആ കുപ്പിക്ക് എന്ത് സംഭവിക്കും? അതിന്റെ ഇതിൽ ഓൾറെഡി വെള്ളം ഉള്ളത് കൊണ്ടാണ്. ഇവിടെ നോക്കിയ വെള്ളമുണ്ട്, എംപ്റ്റി അല്ല. ഇനി ഇതിന്റെ ഉള്ളില് വാട്ടർ ഉണ്ട്. ഇവിടെ നോക്കാൻ ഞാൻ എന്ത് ചെയ്തു? കുപ്പിയുടെ ഉള്ളിലുണ്ടായിരുന്ന വെള്ളത്തിനെ ഞാൻ കളഞ്ഞു. ഓക്കെ, ഞാൻ ഇത് വാട്ടർ ആക്കാൻ പോവാണ്. കുപ്പിയിലുണ്ടായിരുന്ന വെള്ളം മുഴുവനായിട്ട് കളയാൻ പറ്റുന്നില്ല, പക്ഷെ എന്ത് ചെയ്തു? കുറച്ച് കളഞ്ഞു. ഇപ്പൊ നോക്കി വെള്ളം കൂടുന്നത് കണ്ടോ? വെള്ളം കൂടി. ഇനി ഡെൻസിറ്റി കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കുപ്പി താഴോട്ട് പോകും. ഡെൻസിറ്റി കുറച്ച് കഴിഞ്ഞാൽ ആ കുപ്പി മേലോട്ട് വരും. അതിന്റെ വോളിയം ഇത്തിരി കുറച്ചു. ഇനി വെള്ളത്തിന്റെ ഡെൻസിറ്റി എത്രയാണ്? അത് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്? പ്ലെയിൻ വാട്ടറിലാണോ, സാൾട്ടി വാട്ടറിലാണോ, ഗ്ലിസറിനിലാണോ, അത് എന്താണ് പോയിന്റ് ഫോഴ്സ് ഒരേപോലെയാണോ എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു എക്സ്പെരിമെന്റ് ഇവിടെ നടത്തുന്നുണ്ട്. ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതിലാണ് പോയിന്റ് ഫോഴ്സ് കൂടുതലെന്ന്. പോയിന്റ് ഫോഴ്സ് എങ്ങനെയാ കിട്ടുക? വെയിറ്റ് എത്രത്തോളം കൂടുതലായി കുറയുന്നു, ഏതിലാണോ കൂടുതൽ വെയിറ്റ് കുറയുന്നത് ഇതിലാണ് കൂടുതൽ പോയിന്റ് ഫോഴ്സ് ഉണ്ടാവുക അല്ലെ? വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ ആണല്ലോ പോയിന്റ് ഫോഴ്സ്. ഏറ്റവും കൂടുതൽ വെയിറ്റ് ഏതിലാണോ കുറയുന്നത് അതിന്റെ പോയിന്റ് ഫോഴ്സ് കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കാം. ഏറ്റവും കൂടുതൽ വെയിറ്റ് ഏതിലാണോ കുറയുന്നത് അതിലായിരിക്കും കൂടുതൽ പോയിന്റ് ഫോഴ്സ് ഉണ്ടാവുക. ഓക്കെ, ഇവിടെ ടെക്സ്റ്റില് ഓരോ ലിക്വിഡിന്റെയും ഡെൻസിറ്റി എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഡെൻസിറ്റി, ഓരോ ലിക്വിഡിന്റെയും ഡെൻസിറ്റി എത്രയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അത് എളുപ്പമാണ്. ഏതിലാണോ കൂടുതൽ ഡെൻസിറ്റി എന്ന് നോക്കാം. ഇപ്പൊ വാട്ടറിൽ എത്രയാണ്? 1000 ആണ്. സാച്ചുറേറ്റഡ് സാൾട്ട് വാട്ടർ അതിൽ എത്രയാണ്? 1025 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കെറോസിനിൽ 810, ഗ്ലിസറിനില് 1260, കോക്കനട്ട് ഓയിലില് 920. ഇപ്പോ വാട്ടറും സാൾട്ടി വാട്ടറും ഗ്ലിസറിനും എടുത്തു കഴിഞ്ഞാൽ ഏതിലാണ് ഡെൻസിറ്റി കൂടുതൽ? ഗ്ലിസറിനില് അല്ലെ? ഗ്ലിസറിനിലാണ് ഇത് ഡെൻസിറ്റി കൂടുതൽ. 1260 ആണ് ഗ്ലിസറിനിലുള്ള ഡെൻസിറ്റി. അപ്പോ ഡെൻസിറ്റി കൂടുതൽ ആവും തോറും എന്ത് സംഭവിക്കും? വാട്ടർ അല്ലെങ്കിൽ ആ ലിക്വിഡിന്റെ ബോയിന്റ് ഫോഴ്സും കൂടും. നമ്മൾ എടുത്തിരിക്കുന്ന പ്ലെയിൻ വാട്ടർ, സാൾട്ടി വാട്ടർ, ഗ്ലിസറിനില് ഈ 3 വെച്ചും ഏറ്റവും കൂടുതലുള്ള ഡെൻസിറ്റി എന്ന് പറയുന്നത് ഗ്ലിസറിനിലാണ്. അതുകൊണ്ട് തന്നെ ഗ്ലിസറിനിലായിരിക്കും ഏറ്റവും കൂടുതൽ പോയിന്റ് ഫോഴ്സും ഉണ്ടാവുക. ഇവിടെ നോക്കുക, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഈസ് ഹൗ മച്ച് സ്റ്റഫ് ഈസ് പാക്ക്ഡ് ഇൻ ടു എ സ്പേസ്.
ഒരു സ്പേസിനുള്ളിൽ എത്ര സ്റ്റഫ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെയാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. മോർ ക്രൗഡഡ് പാർട്ടിക്കിൾസ് ഈക്വൽ ടു ഹയർ ഡെൻസിറ്റി. ആ ഒരു സ്പേസിന്റെ ഉള്ളിൽ കൂടുതൽ തിക്കി നിൽക്കുകയാണ് പാർട്ടിക്കിൾസ് എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഡെൻസിറ്റി കൂടുതലാണെന്നാണ് അർത്ഥം. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആ 3 ലിക്വിഡിൽ വെച്ചിട്ട് ഗ്ലിസറിനിലായിരുന്നു ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉണ്ടായിരുന്നത്. The higher the density of the fluid, the greater the buoyant force. ആ 3 വെച്ച് ഗ്ലിസറിനില് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ അതിന്റെ ബോയിന്റ് ഫോഴ്സും കൂടുതലായിരിക്കും. The higher the density of the fluid, the greater the buoyant force. ഏതിലൊക്കെ ഡെൻസിറ്റി കൂടുതലാകുന്നു അതിലെല്ലാം, ഏതെല്ലാം ഫ്ലൂയിഡിൽ ഡെൻസിറ്റി കൂടുതലാണോ അവിടെയെല്ലാം ബോയിന്റ് ഫോഴ്സ് കൂടുതലായിരിക്കും. ഇനി ഒരു റിയൽ വേൾഡ് കണക്ഷൻ എടുക്കുകയാണെങ്കിൽ ഡെഡ് സീ അല്ലെങ്കിൽ ചാവക്കടൽ, ഇവിടെ എന്താണ്? The Dead Sea is extremely dense with salt. അപ്പോ ആ കടലില് കുറേ അധികം എന്തുണ്ട്? സാൾട്ട് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിനാൽ തന്നെ എന്ത് സംഭവിക്കും? അവിടെ ഒരാള് കടന്നാൽ തന്നെ എന്ത് സംഭവിക്കും? അയാൾ പൊന്തി നിൽക്കും. മേക്കിംഗ് ദ ബോയിന്റ് ഫോഴ്സ് സോ സ്ട്രോങ് ദാറ്റ് പീപ്പിൾ ഫ്ലോട്ട് വിത്ത് നോ എഫേർട്ട്. ഒരു എഫേർട്ടും കൂടാണ്ട് തന്നെ ആൾക്കാർ ഇങ്ങനെ മുകളിൽ പൊന്തി കിടക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ ഡെഡ് സീയിൽ കടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പൊന്തി കിടക്കാൻ പറ്റും. കാരണം എന്താ? ബോയിന്റ് ഫോഴ്സ് അവിടെ കൂടുതലാണ്. കാരണം എന്താണ്? ഡെൻസിറ്റി അവിടെ കൂടുതലായതുകൊണ്ട് അവിടെ ബോയിന്റ് ഫോഴ്സും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. ഇന്നത്തെ ക്ലാസ്സിൽ അത്രയേ ഉള്ളൂ. നമ്മൾ എന്തെല്ലാമാണ് പറഞ്ഞത്? ബോയിന്റ് ഫോഴ്സ് എന്താന്ന് പറഞ്ഞു. ബോയിന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡിൽ ഉണ്ടാകുന്ന ഒരു അപ്വേർഡ് പുഷിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോയിന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി എവിടെയെല്ലാമാണ് ബോയിന്റ് ഫോഴ്സ് കാണുക? ലിക്വിഡിലും ഗ്യാസസിലും മാത്രം. പിന്നെ വി മെഷർ ഇറ്റ് ബൈ ഫൈൻഡ് ദ ലോസ്റ്റ് വെയിറ്റ് ഓഫ് എൻ ഒബ്ജക്ട് ഇൻ ദ ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡിന്റെ ഉള്ളില് എത്ര വെയിറ്റ് ആണോ നഷ്ടപ്പെട്ടത്, അങ്ങനെയാണ് നമ്മൾ ബോയിന്റ് ഫോഴ്സ് കണക്കാക്കുന്നത്. എയറിലുണ്ടായിരുന്ന 10 ന്യൂട്ടൺ എന്നുള്ളത് വെള്ളത്തിലിട്ടപ്പോൾ 7 ന്യൂട്ടൺ ആയെങ്കിൽ അതിന്റെ അർത്ഥം 3 ന്യൂട്ടൺ വെയിറ്റ് ആണ് ലോസ് ഉണ്ടായത്. ആ ലോസ് ചെയ്ത വെയിറ്റിനെ തന്നെയാണ് എന്ത് പറയുന്നത്? ബോയിന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇറ്റ്സ് സ്ട്രോങ്ങർ വെൻ ദ ഫ്ലൂയിഡ് ഹാസ് ഹയർ ഡെൻസിറ്റി. ബോയിന്റ് ഫോഴ്സ് എപ്പോഴോ കൂടുതലാവുന്നത് അല്ലെങ്കിൽ ശക്തി കൂടുന്നത്? ഡെൻസിറ്റി, ആ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ബോയിന്റ് ഫോഴ്സും കൂടും. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യം എന്തായിരുന്നു? ഷിപ്പ് എന്തുകൊണ്ട് മുങ്ങുന്നില്ല? പക്ഷെ ഒരു ചെറിയ ഇരുമ്പിന്റെ ആണി എന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ മുങ്ങുന്നു. അപ്പോ ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ